ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സോയല്ല ഹെയർ ആക്സസറീസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ക്രഞ്ചി മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് രണ്ട് ഫാബ്രിക് കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ സ്ക്രഞ്ചി അടിക്കുന്നത്. നമ്മളിപ്പോൾ ഏതെങ്കിലും കളർ കോമ്പിനേഷൻ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റോ അല്ലെങ്കിൽ റെഡ് ആൻഡ് വൈറ്റോ എന്തും ആയിക്കോട്ടെ. അപ്പം ഇപ്പോൾ ഓണത്തിന് ഒരു കസവിൻ്റെ ഈ വൈറ്റും കൂടെ ഉള്ളതോ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ റെഡ് ആൻഡ് വൈറ്റോ ഒക്കെ ആണെങ്കിൽ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രഞ്ചിയാണ്. അപ്പം പണിയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാം. ആദ്യം രണ്ട് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 12 സെൻറ്റിമീറ്റർ നീളം, 42 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ വീതി, 42 സെൻറ്റിമീറ്റർ നീളം. എന്നിട്ട് ഇതിനെ തമ്മിലൊന്ന് കൂട്ടിയടിച്ചു കൊടുക്കുക. കൂട്ടിയടിച്ചതിന് ശേഷം നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്ക്രഞ്ചി മേക്കിംഗ് വീഡിയോ. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സ്ക്രഞ്ചി മേക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല വശം ഉള്ളിലാക്കി ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിനെ അകത്തുനിന്ന് ഇങ്ങനെ മടക്കിയെടുക്കുക. അകത്തുനിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ബാക്ക് പോർഷൻ രണ്ടും കൂടെ എടുത്തിട്ട് അതിനെ നമുക്കിങ്ങനെ അടിച്ച് വരുംതോറും നമ്മൾ അകത്തുനിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം നല്ല വശം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ പുറത്തായി കിട്ടും. നമുക്ക് സിമ്പിളാണ്, ഇതുപോലെ കിട്ടും. ഇനി ഇതിനെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്ക്രഞ്ചി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്ന പാടേ ഉള്ളൂ. ഇലാസ്റ്റിക് എന്ന് പറയുമ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 7 ഇഞ്ച് നീളത്തിലാണ്. ഒരു 12-13 സെൻറ്റിമീറ്റർ നീളമൊക്കെ വരും. 7 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 13 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ ഫാബ്രിക്കിൻ്റെ വീതി എടുത്തേക്കുന്നത് 12 സെൻറ്റിമീറ്ററാണ്. നീളം 42 സെൻറ്റിമീറ്റർ. ഫാബ്രിക്കിൻ്റെ വീതി 12, നീളം 42. അതുപോലെ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 12, 13, 14 ആ ഒരു റേഞ്ചിൽ വരും. നമുക്ക് ഏതെങ്കിലും ഒരു 7 ഇഞ്ച് അളവിലങ്ങ് എടുത്താൽ മതി. അപ്പം നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അകത്തോട്ട് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.